ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ അന്നിട്ടൊരു ഫ്ലോപ്പായ അൺബോക്സിംഗ് വീഡിയോ ഓർമ്മയുണ്ടോ? ഒരു വാട്ടർ ബോട്ടിലിൻ്റെ. അതുതന്നെയാണിത്. അതായത് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ രമണ, ഇത് മീഷോയിൽ നിന്നാണ് അന്ന് വാങ്ങിയത്. ഇത്തവണ ഞാൻ ആമസോണിൽ നിന്നാക്കി. കളറും മാറി, പൈസയും മാറി. അതായത് അതിനകത്ത് പിങ്കാണ്, പർപ്പിൾ കിട്ടിയില്ല. ഞാൻ നോക്കുമ്പം പൈസയും കുറവായിരുന്നു. ഇതിനകത്ത് പർപ്പിൾ കിട്ടി, പൈസയും കൂടുതലാണ്. ഈ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ ആമസോണിൽ തപ്പിയിൽ എല്ലാത്തിലും ഏറ്റവും കൂടുതൽ പൈസ പർപ്പിൾ കളറിനാണ്. പക്ഷേ ഞാൻ അതന്നെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ പൈസ എന്ന് പറയുമ്പം 275 രൂപ. എനിക്കത് വലിയ പൈസയാണ്. ബാക്കിയുള്ളതിനൊക്കെ 230 താഴെയാണ്. പിന്നെ വാങ്ങുമ്പം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി വാങ്ങണമെന്നാണ്. അപ്പോൾ പിന്നെ പർപ്പിൾ കളറിനോട് ഭയങ്കര ഒബ്സഷൻ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതന്നെ വാങ്ങി തീരുമാനിച്ചു. പിന്നെ അമ്മക്ക് പറഞ്ഞു, നീ എന്തിനാ പർപ്പിൾ വാങ്ങി, വേറെ കളറിങ് വാങ്ങിയാൽ പോയി. പക്ഷേ നോ, നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. പർപ്പിളാണ് കണ്ടില്ലെങ്കിൽ അതന്നെ വാങ്ങണം എന്നെൻ്റെ മൈൻഡ് എന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ മൈൻഡ്. അപ്പം പിന്നെ ഞാൻ അതന്നെ വാങ്ങി. ഒരു ടെൻഷനിലുണ്ടായിരുന്നു, കാരണം അതുപോലെ ഫ്ലോപ്പ് ആവുമെന്ന്. പക്ഷേ ഈ സാധനം ഫിറ്റ് ചെയ്യാൻ എനിക്ക് തിരിഞ്ഞില്ല. ഇത് കണ്ട ഇങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. സ്റ്റിക്കറെല്ലാം കിട്ടി. പിന്നെ സ്റ്റിക്കറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതും പർപ്പിളായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു. പക്ഷേ പർപ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, സംഭവം അതായിട്ട് മാച്ച് ആവില്ലല്ലോ. അത് പിന്നെ ഒട്ടിച്ച പിന്നെ ഞാൻ ആലോചിച്ചത് ഫിറ്റെല്ലാം ആക്കി. ഇത് എന്താ പറയുക, മൂടുമ്പം ഇതിങ്ങനെ ഒടിഞ്ഞു പോവാന്ന്. എന്നിട്ട് എനിക്ക് സംഭവം എന്നാന്ന് തിരിഞ്ഞിട്ടില്ല കേട്ടാ. പിന്നെ ഈ വീഡിയോയിൽ എടുത്താൽ പിന്നെ ഞാൻ ഒരിക്കൽ കൂടി മാറ്റിയിട്ട് നോക്കിയപ്പോൾ മനസ്സിലായത്, അതായത് ഈ നമ്മൾ ഈ കുടിക്കുന്ന അതാ വൈറ്റ് സാധനമില്ലേ മുകളിൽ കാണുന്നതിൻ്റെ അടിയിലിട്ട സാധനം ഏറ്റവും അടിയിലിടേണ്ട, അതായത് ഈ സ്ട്രോൻ്റെ അടിയിലിടണ്ടേ. അതായിരുന്നു വന്ന മിസ്റ്റേക്ക്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ. ബൈ.